ഫോസിബോട്ട് എന്ന കമ്പനിയുടെ ഫോസിബോട്ട് Dt1 എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫോസിബോട്ട് Dt1 എന്ന ടാബ്ലറ്റിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഫോസിബോട്ട് Dt1 10.4 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ സൈസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 2K റെസൊല്യൂഷനാണ് ഇതിൽ വരുന്നത്. അതായത് റെസൊല്യൂഷൻ വരുന്നത് 1200x2000 ആണ്. LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. AMOLED ഡിസ്പ്ലേ വരുന്നില്ല. പക്ഷേ 16,500 രൂപ പ്രൈസ് റേഞ്ചിലൊന്നും നമുക്ക് ഇപ്പം ടാബ്ലറ്റുകളുടെ കാര്യത്തിൽ AMOLED ഡിസ്പ്ലേ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. LCD ഡിസ്പ്ലേ എന്നുള്ളത് ഓക്കെയാണ്. ഏകദേശം 94% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഇതിൽ വരുന്നുണ്ട്. 3:5 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ടാബ്ലറ്റ് വരുന്നത്. പിന്നെ ഇതിൽ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ വരുന്നുള്ളൂ. 16,500 രൂപ പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെയാണ്. കൂടിയ റിഫ്രഷ് റേറ്റ് അധികം ടാബുകളിലൊന്നും ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം വരുന്നില്ല. പിന്നെ ടാബിൻ്റെ ഫ്രണ്ടിൽ ഡ്രാഗൺ ട്രേൽ ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ടാബിൽ തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഈ ടാബിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടില്ല. ഫേസ് അൺലോക്കിംഗ് ഫീച്ചറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടാബിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 792 ഗ്രാമാണ്. അപ്പോൾ അത്യാവശ്യം വെയിറ്റ് കൂടുതലാണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 14.6 mm ആണ്. പിന്നെ ഇതൊരു റഗഡ് ടാബ്ലറ്റ് ആണ്. അതുകൊണ്ട് തന്നെ വെയിറ്റും തിക്നെസ്സും കുറച്ച് കൂടുതൽ തന്നെ ആയിരിക്കും. ഈ ഒരു ടാബിൽ IP68 അതുപോലെ തന്നെ IP69K റേറ്റിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ടാബ്ലറ്റ് വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. പിന്നെ MIL STD810H സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടാബ്ലറ്റ് ആയിരിക്കും ഈ ഒരു ടാബ്ലറ്റ്. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ mediatekൻ്റെ MT8788 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. Mali G72 എന്നുള്ള GPU ഒക്കെ ഇതിൽ വരുന്നുണ്ട്. AnTuTu സ്കോർ ഏകദേശം 2,12,000 വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. തിരക്കേടില്ലാത്ത ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൽ സിമ്മിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 4G സപ്പോർട്ടാണ് മാക്സിമം വരുന്നത്. 5G സപ്പോർട്ടൊന്നും വരുന്നില്ല. ഈ ഒരു ടാബിൽ 8 GB റാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 256 GB ഇൻറ്റേർണലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുമാത്രമല്ല വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 8 GB റാം വരെ എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടൊക്കെ ഈ ടാബിൽ വരുന്നുണ്ട്. കോഡ് ബോക്സ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. Android 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ടാബിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ടാബിൻ്റെ പിന്നിൽ 48 MP സെൻസർ കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും ടാബുകളിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ 8 MP ക്യാമറയാണ് വരാറ്. എന്നാൽ ഇതിൽ 48 MP റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ ഈ ഒരു ടാബിൽ അത്യാവശ്യം നല്ല റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്യാമറ പെർഫോമൻസ് എങ്ങനെയാണ് എന്നറിയില്ല, എന്നാലും അത്യാവശ്യം നല്ല റെസൊല്യൂഷൻ വരുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 11,000 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. വളരെ മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. തിരക്കേടില്ലാത്തൊരു ചാർജിങ് സ്പീഡാണ്. Type C ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഈ ഒരു ടാബിൽ വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബിൻ്റെ വില വരുന്നത് $249.99 ആണ്. അതായത് 20,600 രൂപ പ്രൈസ് റേഞ്ചിൽ. പക്ഷേ അലി എക്സ്പ്രസ്സിൽ ഇന്ത്യൻ വിലയായിട്ട് കൊടുത്തിരിക്കുന്നത് 20,300 എന്നാണ്. പക്ഷേ പല ചൈനീസ് വെബ്സൈറ്റുകൾക്കും ഇന്ത്യയിൽ പല റെസ്ട്രിക്ഷൻസും ഉണ്ട്. ഇതിൻ്റെ ഡെലിവറി ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഓഫർ ഉണ്ട്. ഓഫർ പ്രൈസിങ് എന്ന് പറയുന്നത് $199.99 ആണ്. അതായത് 16,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ടാബ്ലറ്റ് കിട്ടുന്നുണ്ട്. ഇനീഷ്യൽ ഓഫറാണ്. അപ്പോൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓഫറും കൂടി അവൈൽ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ടാബ്ലറ്റ് എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ 16,500 രൂപ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ ജസ്റ്റ് ആവറേജ് ആണെന്നുണ്ടെങ്കിൽ വലിയ തിരക്കേടില്ലാത്തൊരു പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ തിരക്കേടില്ല. അതുപോലെ തന്നെ ബാറ്ററി സെറ്റപ്പും വലിയ തിരക്കേടില്ല. അതുമാത്രമല്ല എടുത്തു പറയേണ്ട IP68 IP69K റേറ്റിംഗ് അതുപോലെ തന്നെ MIL STD810H സർട്ടിഫിക്കേഷൻ ഇതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സുമായിട്ട് വരുന്ന അത്യാവശ്യം നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടാബ്ലറ്റാണ് ഫോസിബോട്ട് Dt1 എന്നൊക്കെ പറയാവുന്നതാണ്. 20,600 രൂപ പ്രൈസ് റേഞ്ചിലും വലിയ തിരക്കേടില്ല എന്ന് പറയാം. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതൊരു റഗഡ് ടാബ്ലറ്റ് ആണ്. എന്തായാലും ഫോസിബോട്ട് Dt1 എന്ന ടാബ്ലറ്റിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.